അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികള്, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവര്, ഡിപ്രഷൻ അനുഭവിക്കുന്നവര്, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെ ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിങ്ങൾക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്നേക്കും. ആമേൻ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ ഒരു ഭൗതിക സാഹചര്യമുണ്ട്, ഭൗതിക സാഹചര്യമില്ലാത്ത വിശ്വാസവുമുണ്ട്. ഈ വിശ്വാസം തന്നെ പലതരത്തിലുണ്ടെന്ന് നമ്മൾ പറയുന്നാലും നമ്മുടെ ജീവിതത്തെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭൗതിക സാഹചര്യമുള്ള ഒരു വിശ്വാസമുണ്ട്, ഭൗതിക സാഹചര്യമില്ലാത്ത വിശ്വാസമുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താണ് ഇങ്ങനെ ഇത് നിങ്ങൾ കേൾക്കാത്തൊരു കാര്യമാണ്. നമ്മൾ വിശ്വാസത്തിന് ഇടയ്ക്ക് ചില സമയത്ത് ആത്മവിശ്വാസം കയറി വരും. വിശ്വാസം ഉണ്ടാവും, ആത്മവിശ്വാസം ഉണ്ടാവും. എന്നിട്ട് ആത്മവിശ്വാസം ചില സമയത്ത് വിശ്വാസത്തെ ഡയല്യൂട്ടാക്കി കളയും. ഉദാഹരണത്തിന്, നീ ഒരു B2 എക്സാം എഴുതിയെന്ന് വിചാരിച്ചോ. അപ്പം നീ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷെ നിനക്കൊരു ആത്മവിശ്വാസമുണ്ട്. എന്താണ്? മൊഡ്യൂൾസ് എല്ലാം ക്ലിയർ ചെയ്തല്ല എന്നുള്ള ആത്മവിശ്വാസം. നന്നായിട്ട് സംസാരിച്ചു, നന്നായിട്ട് എഴുതി, നന്നായിട്ട് റീഡ് ചെയ്തു. അതുപോലെ എന്ത് വിഷയത്തിനായാലും എല്ലാ വിശ്വാസങ്ങൾക്കും ഇടയിൽ ഒരു ഭൗതിക സാഹചര്യം ഉണ്ട്. ആ ഭൗതിക സാഹചര്യമാണ് നമുക്ക് ആത്മവിശ്വാസം തരണത്. ആത്മവിശ്വാസം ചില സമയത്ത് വിശ്വാസത്തെ ഡാമേജ് ആക്കും, ഉപദ്രവിക്കാൻ തുടങ്ങും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ചിലക്ക് വിശ്വാസത്തിന് ഭൗതിക സാഹചര്യം ഇല്ലെങ്കിൽ വിശ്വാസം വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, അച്ഛൻ എന്തിനെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. കർത്താവ് പണ്ട് 10 ദിവസം കൊണ്ട് പറഞ്ഞില്ലേ, ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കാൻ ഇല്ലേ? അപ്പോൾ 10 ദിവസം പറഞ്ഞത് കർത്താവിൻ്റെ കമാൻഡായിരുന്നു. പക്ഷെ ദൈവം കൽപ്പിച്ചതാണെങ്കിലും 10 ദിവസം ഒരു ആത്മവിശ്വാസം ഇല്ലായിരുന്നു. എന്താ കാര്യം? ഭൗതിക സാഹചര്യമില്ല. ഈ പറഞ്ഞ ദൈവകൽപ്പന ആണെങ്കിൽ പോലും അത് നടക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങളില്ല. എന്താണ്? 2 കാര്യങ്ങളാണ്. ഒന്ന്, രാത്രി മുഴുവൻ പണിപ്പെട്ടിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ലൂക്ക 5:4 സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമെയോനോട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമെയോൻ പറഞ്ഞു. അപ്പൊ ശിമെയോന് അങ്ങനെ പറഞ്ഞെങ്കിലും ഒരു ആത്മവിശ്വാസം ഇല്ല. എന്താ കാര്യം? ആത്മവിശ്വാസത്തിന് പറ്റിയ ഭൗതിക സാഹചര്യമില്ല. അതുകൊണ്ടാണ് ശിമെയോൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അപ്പൊ ഇത് മതി, ഇതാണ് സാധനം. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഒരു മനാമസോടെ മടുപ്പാ ഭയങ്കര. ഇപ്പൊ ചിലർക്ക് പറയല്ലേ, പ്രാർത്ഥിക്കാൻ മടുപ്പെന്ന് പറയല്ലേ. ചില ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ മടുപ്പുണ്ടല്ല. അതിൻ്റെ കാര്യം എന്താണ്? ഈ ഭൗതിക സാഹചര്യം. ഇപ്പം നിങ്ങൾ എഴുതിയ പരീക്ഷ ഫ്ലോപ്പാണെന്ന് വിചാരിച്ചോ. അപ്പം നിങ്ങളോട് അമ്മ പറയും, മോളെ പ്രാർത്ഥിക്കും മോളെ. പക്ഷെ നിങ്ങൾക്കൊരു മടുപ്പുണ്ട്. എന്താണ്? നിങ്ങൾക്കറിയാം 2 ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ട്, 20 മാർക്കിന് 2 ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭൗതിക സാഹചര്യം നിങ്ങൾക്കെതിരാണ്. അപ്പം അതുകൊണ്ടാണ് ഈ മടുപ്പ് വരുന്നത്. എന്താണ്? നമ്മൾ ചെയ്യാനുള്ള ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രത്യേകിച്ച് പ്രയോജനം? അതാണ് മടുപ്പ് വരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ക്രിസ്ത്യൻ പ്രേയറിൽ മടുപ്പ് വരേണ്ട കാര്യമില്ല. ഭൗതിക സാഹചര്യങ്ങളില്ലെങ്കിലും മടുപ്പ് വരേണ്ട കാര്യമില്ല. അത് ശിമെയോൻ, അത് ഈ ഉടമ്പടിയുടെ ഗ്രേറ്റ്നെസ് അതല്ലേ. അതുകൊണ്ട് ശിമെയോൻ പറഞ്ഞത് എന്താണ്? രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പം മടുപ്പാണ്. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. അപ്പോൾ നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ ഭൗതിക സാഹചര്യത്തിന് 2 തലങ്ങളുണ്ട്. ഒന്ന് ഭൗതികമായിട്ടുള്ള കറക്റ്റ് വിഷയങ്ങൾ, രണ്ടാമത്തത് എന്താണ്? കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ, കർത്താവിൻ്റെ വചനങ്ങൾ. അതാണ് 10 ദിവസം പറയണത്. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് കടലിൽ മീനില്ല, കിട്ടാൻ സാധ്യതയില്ല, മടുപ്പാണ്. പക്ഷെ മടുപ്പാണെങ്കിലും ഒരു ക്രിസ്ത്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മവിശ്വാസം ഭൗതിക സാഹചര്യത്തിലല്ല,
കർത്താവിൻ്റെ വചനങ്ങളിലാണ്. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ഇത്രയും കത്താൻ കാര്യം വെച്ചാൽ, ഉടമ്പടി നമ്മൾ എന്താ ചെയ്യണത്? നമ്മുടെ കയ്യിൽ അതിൻ്റെ പ്രഖ്യാപിത പ്രിൻസിപ്പിൾ എന്താ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് എപ്പോഴും മറന്നു പോരുന്നത്. ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ കൃപ കൊണ്ടത്. അതാണ്. അപ്പം കൃപയെന്നുള്ള സംഭവം അവിടെ നിൽക്കുന്നുണ്ട്. കൃപയെന്നും പറഞ്ഞ സംഭവം. അപ്പോൾ ഞങ്ങളെ ഉടമ്പടിയിൽ നിങ്ങളെ ട്യൂട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഒരു അഡ്രസ്സ് ചെയ്യത്തില്ല. നിങ്ങളെന്ന് വെച്ചാൽ അമിതമായിട്ട് ആ ഭൗതിക സാഹചര്യങ്ങളിൽ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. ഒരാളിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, 74 എന്നൊരു നമ്പർ മാതാവ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അയാളോട് സാക്ഷ്യം പറഞ്ഞത്. അങ്ങനെ അയാളുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാനതൊക്കെ ഓർക്കണത്. അപ്പോഴേ ഇന്നിപ്പോൾ 8-ാം തീയതിയല്ലേ, ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ 8-ാം തീയതിയാണ്. അപ്പോൾ ഇന്നലെ അയാൾ കയറിപ്പോയി. ഇന്നലെ ഏതാണപ്പാ? മാതാവ് പറഞ്ഞ 7/4 ഏപ്രിൽ മാസം 4-ാം മാസം 7-ാം തീയതി. ഇന്നലെ അയാൾ കയറിപ്പോയി. അപ്പം അമ്മ പറഞ്ഞ 74 എന്ന് പറഞ്ഞാൽ അതാണത്. അപ്പം അതിന് അയാൾ പറഞ്ഞ വേറെ കാര്യമുണ്ട്. അയാളുടെ വീടോ സ്ഥലം എടുക്കുന്നതിന് അയാൾക്ക് ഒരു മാർഗ്ഗവും ഇല്ല. ശരിക്കും ഭൗതിക സാഹചര്യങ്ങളൊന്നുമില്ല. അയാൾക്ക് പരിചയമില്ലാത്ത ഒരാൾ 5 ലക്ഷം രൂപ കൊടുത്തയാൾക്ക്. ആ സാക്ഷി. അപ്പോൾ ഭൗതിക സാഹചര്യങ്ങൾ നമ്മൾ ചിലർ ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. ദൈവ അവിശ്വാസികളുടെ ഒരു രീതി അതാണ്. അവർ വിശ്വസിക്കുന്ന ഭൗതിക സാഹചര്യങ്ങളിലാണ്. ഇപ്പം നമ്മൾ ജ്ഞാനസ്ഥാനപ്പെടുത്തുമ്പോഴേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഇടന്ന് ജോൺ പോൾ മാർപ്പാപ്പയുടെ ഒരു കൊട്ടേഷൻ കണ്ടായിരുന്നു. നിങ്ങൾ സഭയോട് എന്താവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ജ്ഞാനസ്ഥാന സമയത്ത് പറയും, ഞാൻ സഭയോട് ജ്ഞാനസ്ഥാനം ആവശ്യപ്പെടുന്നു. അപ്പം ജോൺ പോൾ മാർപ്പാപ്പ പറയവേ, ജ്ഞാനസ്ഥാനമല്ല ആവശ്യപ്പെടണത്, സഭയോട് എന്നെ വിശുദ്ധനാക്കാൻ ആവശ്യപ്പെടുകയാണെന്ന്. ഞാൻ തന്നെ എങ്ങനെ ഇൻട്രസ്റ്റ് ആയിപ്പോയി. ശരിയല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ സഭയോട് ആവശ്യപ്പെടുന്നത് എന്താണ്? വിശുദ്ധയാക്കാനാണ് ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഒരു മാർഗമാണ് ജ്ഞാനസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷെ ജ്ഞാനസ്ഥാനത്തിൽ നമ്മൾ വൈദികൻ ചോദിക്കണത് എന്താണ്? അപ്പം അതിൻ്റെ അകത്ത് വരുന്നത്, മുതിർന്നവരുടെ ജ്ഞാനസ്ഥാനത്തിൽ വൈദികൻ ചോദിക്കുന്നത് സഭയോട് നിങ്ങൾ എന്താവശ്യപ്പെടുന്നു? അപ്പം അവരോട് പറയും, സഭയോട് വിശ്വാസം ആവശ്യപ്പെടുന്നു എന്നാണ് പറയുന്ന ഉത്തരം. അപ്പം വിശ്വാസം എന്ന് പറയുമ്പോൾ സഭയുടെ വിശ്വാസം പത്രോസിൻ്റെ വിശ്വാസമാണ്. എന്താണ്? പത്രോസ് കട്ടൻ ചായക്ക് കാരണമില്ലാഞ്ഞ കാലത്ത് കർത്താവിൻ്റെ ആലയത്തിലേക്ക് കയറി പോകുമ്പോൾ ഒരു മുടന്തൻ കൈ നീട്ടുമ്പോൾ പറയണൊരു വിശ്വാസം, വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് കൈ നീട്ടും. അപ്പോൾ പത്രോസ് പറയും, പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണത്. എനിക്കുള്ളത് ഞാൻ തരുന്നു, നിനക്ക് തരുന്നു. നസ്രായന യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ നീ എഴുന്നേറ്റ് നടക്കാൻ പറയും. അപ്പം സഭയുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ എന്താണത്? അത് പൊന്നും വെള്ളിയും ഭൗതിക സാഹചര്യങ്ങളാൽ അലങ്കൃതമല്ല. അത് വിശ്വാസത്തിൻ്റെ അലങ്കാരങ്ങളെന്ന് പറയും. അത് നമുക്ക് വേറൊരു ദിവസം കാണാം. ഇപ്പം നിങ്ങൾ എന്താ ചെയ്യണത്? വിശ്വാസം, അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒത്തു വന്നില്ലെങ്കിലും കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം, വാഗ്ദാനത്തിൽ വിശ്വസിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. കർത്താവ് നിങ്ങളെ സഹായിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകും. എന്നെ ഉയർത്തിയതിന് ഈശോയോടും അമ്മ മാതാവിനോടും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ജിസ്മ. ഇതെൻ്റെ അമ്മ ജിജി മാർട്ടിൻ. ഞങ്ങൾ വരുന്നത് ഫോർട്ട് ലിറ്റിൽ ഫ്ലവർ ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ 3-ാം തീയതി 2025 അമ്മയാണ് ഇവിടെ ആദ്യം വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കങ്ങനെ ഉടമ്പടി എടുത്താലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ തോട്ട്സൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാനിവിടെ കൃപാസനത്തിൽ 2-3 പ്രാവശ്യമൊക്കെ ഞാൻ വന്ന് പ്രാർത്ഥിച്ച് പോയിട്ടുണ്ട്. എനിക്ക് വിദേശത്ത് പോയി പഠിക്കുവാനായിരുന്നു ആഗ്രഹം.
സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് പലപ്പോഴും എനിക്ക് അതിനൊന്നും പലതും ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഒന്നും നടക്കാതെയൊക്കെ പോയിട്ട്. അങ്ങനെയാണ് ജർമ്മനിയിൽ പോയി പഠിക്കുവാനുള്ളൊരു ഇതൊക്കെ ഞാൻ അറിഞ്ഞത്. ആ സമയത്ത് ഞാൻ കൃപാസനത്തിൽ വരും, പക്ഷെ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാറുള്ള ഒരാളാണ്, പക്ഷെ മാതാവിനായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ അങ്ങനെ എനിക്ക് ഇതുവരെ മീൻസ് ആ സമയത്തൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ ഇടയ്ക്ക് എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുമില്ല അതൊക്കെ എന്താണെന്നുള്ളത്. അങ്ങനെ ഞാൻ ജർമ്മൻ പഠിച്ചു, B2 വരെ ഞാൻ പഠിച്ചു. അതിനുശേഷം എക്സാമിൻ്റെ സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി എടുക്കുന്നത് ഞാൻ അമ്മയോടൊക്കെ എപ്പോഴും പറയും അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ള ഒരിതിലായിരുന്നു പറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഉടമ്പടി എടുക്കാനുള്ളൊരു മെയിൻ കാരണം ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ദേവാലയമാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു ദേവാലയം പോലെ ഒരു സ്ഥലം, അവിടെ ഇങ്ങനെ എണ്ണ എന്തോ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനത് സ്വീകരിക്കാതെയാണ് ഇറങ്ങിപ്പോകുന്നത്. അതിനുശേഷം വീണ്ടും ഞാൻ ഒരു സ്വപ്നം കൂടെ കണ്ടു. ജോസഫച്ചൻ്റെ ബ്ലെസ്സിങ് നീ മേടിക്കാതെയാണോ പോകുന്നത്, അങ്ങനെ ഒരു സ്വപ്നം കൂടെ ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിൽ പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കാനായിരിക്കും അമ്മ മാതാവ് വിളിക്കുന്നത് എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. അപ്പം ഞാൻ തന്നെയാണ് എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഉടമ്പടി എടുക്കാൻ നമുക്ക് പോകാം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ എക്സാം ആ സമയത്ത് ഞാൻ എഴുതാനായിട്ട് പോകാൻ നിൽക്കുന്ന ടൈമും കൂടെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം നിയോഗം വെച്ചതും അമ്മ മാതാവിനായിട്ടുള്ളൊരു കണക്ഷൻ കിട്ടാൻ വേണ്ടി തന്നെയാണ്. എല്ലാവരും ഭയങ്കര പറയാറുണ്ട് അമ്മ മാതാവ് ഓരോന്നും അനുഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ തന്നതിനെപ്പറ്റി. അപ്പം എനിക്ക് ആ ഒരു അനുഭവം കിട്ടാൻ ഒത്തിരി ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരാൾ കൂടെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതാനായിട്ട് പോയി. കോലാപ്പൂർ ആയിരുന്നു എൻ്റെ എക്സാം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എക്സാം പോയി അറ്റൻഡ് ചെയ്തു. 2 മൊഡ്യൂൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ, ജർമ്മൻ എക്സാം B2-ൻ്റെ. അപ്പോൾ അതെനിക്ക് കിട്ടിയില്ല. അതിനുശേഷം അപ്പോൾ ഉടമ്പടിയിൽ ഞാൻ ആദ്യമൊക്കെ കുറച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉടമ്പടി അങ്ങനെ കൃത്യമായിട്ടൊക്കെ ചെയ്യാതെ ഇരിക്കാറുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ വീണ്ടും ഡേറ്റ് എടുത്തു. അത് ഡൽഹിയിലാണ് ഞാൻ ഡേറ്റ് എടുത്തത്. അങ്ങനെ അതും എക്സാം പോയി എഴുതി. അപ്പോഴൊക്കെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ഉടമ്പടിയിൽ തന്നെയാണ്. അങ്ങനെ ഞാനത് എക്സാം പോയി എഴുതിയിട്ട് അതും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി, കാരണം ഡൽഹി വരെ പോയി അത്രയും ചിലവൊക്കെ കഴിഞ്ഞിട്ടാണ് അതൊരു എക്സാം എഴുതാൻ നിൽക്കുന്നത്. ഇത് പഠിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഒന്നും കൂടെ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോഴും ഞാനിത് ഉടമ്പടിയിൽ അങ്ങനെ ഒരു പരാതിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിനുശേഷം വീണ്ടും ഞാൻ ആ സമയത്ത് എനിക്ക് ഉടമ്പടി പുതുക്കുന്ന ടൈമായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. എനിക്ക് അമ്മ മാതാവിനെ ഈ കയ്യിൽ പിടിക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു. അതെനിക്ക് ഭയങ്കര ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അതിനുശേഷം എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് ഇനി എഴുതുന്ന എക്സാം എനിക്ക് എന്തായാലും കിട്ടും എന്നുള്ളത് ഭയങ്കര ഉറപ്പായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചിട്ടാണ് ഞാൻ എക്സാമിന് വേണ്ടി പോകുന്നത്. ഈ എക്സാം ഡേറ്റ് കിട്ടുന്നതും എല്ലാം ഞാൻ ടെൽക്ക് എക്സാമാണ് എഴുതിയത്. ആദ്യം ഗോയിത്തയായിരുന്നു, പിന്നെ ടെൽക്ക് എക്സാം ആണ് എഴുതിയത്. അത് 4 മൊഡ്യൂൾ ഒരുമിച്ചാണ് എഴുതാൻ പറ്റുക. ഏതെങ്കിലും ഒന്ന് തോറ്റു കഴിഞ്ഞാൽ നമുക്ക് ആ സിംഗിൾ മൊഡ്യൂളായിട്ട് എഴുതാൻ പറ്റില്ല, ഒരുമിച്ച് തന്നെ എഴുതണം. ഇപ്പം ഏതാണോ തോക്കുന്നത് വീണ്ടും അത് എഴുതുന്നത് എങ്കിൽ നമ്മൾ ആ ഒരു മൊത്തം എമൗണ്ട് നമ്മൾ വീണ്ടും കൊടുത്ത് വീണ്ടും എഴുതണം. അപ്പോൾ ഞാൻ എന്ത് റിസ്ക് എടുക്കാനും എനിക്കൊരു പേടിയില്ല. കാരണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും റിസ്ക് എടുത്ത് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കാരണം എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൻ്റെ മാതാവ്, എൻ്റെ ഈശോയാണ്. ആ ഒരു ഇതിൽ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് തന്നെ. അങ്ങനെ ഞാൻ ഇവിടെ ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ച് ഞാൻ എക്സാമിന് പോയി. എനിക്ക് ഡേറ്റൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് ഓരോ രീതിയിലും വഴി തുറന്ന് തന്നിട്ടാണ് ഞാൻ എക്സാം ഡേറ്റ് എനിക്ക് കിട്ടി. വളരെ നല്ല കംഫർട്ടബിളായിട്ടാണ് ഞാൻ എക്സാം അവിടെയുള്ള ആൾക്കാരാണെങ്കിലും നല്ലതായിരുന്നു, അങ്ങനെയൊക്കെ എഴുതിയത്. പക്ഷേ ഒട്ടും എനിക്ക് ആ യാത്രകളൊന്നും തന്നെ സ്മൂത്ത് ആയിരുന്നില്ല. കാരണം ഒത്തിരി പ്രതിസന്ധികൾ എനിക്കുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോഴാണെങ്കിലും പ്രതിസന്ധികൾ ഒത്തിരി എനിക്കുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും
പരാതിപ്പെടാറില്ല. ഞാൻ എപ്പോഴും അത് താങ്ക്സ് ആണ് ഞാൻ പറയുന്നത്. താങ്ക് യു ഈശോയെ, താങ്ക് യു അമ്മ മാതാവി എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത്. കാരണം എനിക്കറിയാം അവിടെ എന്തെങ്കിലും ഈശോയുടെ പ്ലാനിങ് അവിടെ വരുന്നുണ്ട്. കാരണം എനിക്കറിയാതെ ഉറപ്പാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എനിക്ക്. എന്തെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് അടുത്ത് എന്താ നടക്കാൻ പോകുന്നത്. കാരണം ഈശോയുടെ പ്ലാനിങ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ട് എക്സാം എഴുതി. എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഉടമ്പടി ഉപ്പും കാശുരൂപവും തൈലവും എല്ലാം തേച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അമ്മ എനിക്കിതൊക്കെ തേച്ച് തരാറുണ്ട്. പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഗ്രേ കളർ ഇട്ടിട്ടായിരുന്നു അവിടെ. ഇപ്പം എക്സാം എഴുതുന്ന സമയത്ത് ഒരു ജർമ്മൻകാരി എക്സാം അവിടെ നടത്താനായിട്ട് വരും. അപ്പം ആ ജർമ്മൻകാരി തന്നെ ഡ്രസ്സ് ആഷ് കളറായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. അങ്ങനെ എക്സാം എഴുതി. എക്സാം ഈസി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിരുന്നില്ല. എന്നാൽ ഭയങ്കര ടഫായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. എനിക്കൊന്നും അറിയില്ല. എന്തൊക്കെയോ ഞാൻ കാണിച്ചു വെച്ചിട്ട് പോന്നു എന്നല്ലാതെ എനിക്കൊന്നും. ഇപ്പോൾ ഇവരെല്ലാവരും ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, റിസൾട്ട് വരട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ റിസൾട്ട് വന്നു. റിസൾട്ട് 1 മാസം പോലും എടുത്തില്ല, അതിന് മുൻപ് തന്നെ വന്നു. ഞാൻ 4 മൊഡ്യൂളും പാസ്സായി. അതും ഞാൻ എന്തിനാണോ മാർക്ക് കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചത്, ഏറ്റവും കൂടുതൽ മാർക്ക് അതിനായിരുന്നു. എനിക്ക് റൈറ്റിങ്ങിന് ടെൽക്ക് എഴുതുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, റൈറ്റിങ്ങിന് അങ്ങനെ അധികം മാർക്ക് കിട്ടാറില്ല. കൂടിപ്പോയാൽ ഒരു 9 മാർക്ക് 10 മാർക്ക്. എനിക്ക് 22-ന് മേലെ മാർക്ക് ഉണ്ടായിരുന്നു. റൈറ്റിങ്ങിന് ഒത്തിരി പാടാണ് മാർക്ക് കിട്ടാനായിട്ട്. അപ്പം ഒത്തിരി ആ ഒരു 4 മൊഡ്യൂളും എനിക്ക് ആ ഒരൊറ്റ സ്ട്രെച്ചിൽ തന്നെ എനിക്ക് അമ്മ മാതാവും ഈശോയും എനിക്ക് തന്നു. എനിക്കത് വലിയ അനുഭവമായിരുന്നു. അതിനുശേഷം പ്രോസസ്സിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് ഏജൻസി കൊടുക്കും, ഞാൻ ഈശോയോടുത്ത് പറഞ്ഞു എനിക്ക് പൈസയൊന്നും എൻ്റെ കയ്യിൽ അത്രയ്ക്കൊന്നും ഇല്ല. ഇപ്പോഴത്തെ ഏജൻസീസൊക്കെ 4 ലക്ഷവും അല്ലെങ്കിൽ എനിക്ക് അത്രയും പോലും ഇല്ല, ഒരു 3 ലക്ഷം പോലും എൻ്റെ കയ്യിലില്ല. സത്യം പറഞ്ഞാൽ 10ൻ്റെ പൈസ ഇല്ലാതെയാണ് ഞാൻ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത്. പക്ഷെ ഓരോ സമയത്തും എനിക്ക് പൈസ എവിടെ നിന്നാണ് വരുന്നതെന്ന് തന്നെ എനിക്കറിയില്ല. ഒരു ബുദ്ധിമുട്ടും കൂടാതെ എനിക്ക് പൈസ ലഭിച്ചിട്ടുണ്ട്. ഓരോ എന്താണ് ചെയ്യേണ്ട ആ സമയത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എനിക്ക് എൻ്റെ കയ്യിൽ പൈസ കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ ഭയങ്കരമായിട്ട് അതിശയിച്ചു പോവും. അപ്പം ഈ പറഞ്ഞ പോലെ എക്സാമിൻ്റെ സമയത്ത് പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് എനിക്ക് നല്ലൊരു ഏജൻസി കിട്ടി. അതിന് മുൻപ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വേറൊരു ഏജൻസി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏജൻസി കൊടുക്കാനായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കൊടുക്കണ്ട എന്നുള്ളത് എൻ്റെ മനസ്സ് പറഞ്ഞു. എന്താണെന്ന് എനിക്കറിയില്ല, അത് അമ്മ മാതാവ് പറയിപ്പിച്ചതെന്നാണ് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം ആ ഏജൻസി കൊടുത്ത എൻ്റെ ഫ്രണ്ട് അവൻ കോൺട്രാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി വെയിറ്റ് ചെയ്തു. പക്ഷെ അവന് കോൺട്രാക്റ്റ് ലഭിച്ചില്ല. ഒരു കോൺട്രാക്റ്റ്, അതായത് ഇൻ്റർവ്യൂ പോലും പിന്നീട് ഒരു ഇൻ്റർവ്യൂ അവന് കൊടുത്തുള്ളൂ, പിന്നീട് കിട്ടിയില്ല. അവനിപ്പോഴും ഒന്നും ആവാണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ആ ഒരു സ്ഥാനത്ത് വരേണ്ട ഒരാളായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് മാതാവിൻ്റെ ആ ഒരു സംരക്ഷണം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ അവിടെ കൊടുത്തില്ല. ആ സമയത്ത് എനിക്ക് ഏജൻസി ഇങ്ങോട്ട് വഴി തുറന്ന് ഒരു ഏജൻസി എനിക്ക് വന്നു. വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെയായിരുന്നു പ്രോസസ്സിങ് ചാർജ് എല്ലാം. അവിടെ ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തു. പ്രോസസ്സിങ്ങിന് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇൻ്റർവ്യൂ കാര്യങ്ങൾ എല്ലാം വന്നു തുടങ്ങി. അങ്ങനെ ഇൻ്റർവ്യൂ ഞാൻ പ്രിപ്പറേഷൻ ഇരിക്കുമ്പോൾ പോലും എനിക്കങ്ങനെ സ്പീക്കിങ്ങിനൊന്നും വലിയ കാര്യമായിട്ടൊന്നും സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ. ജർമ്മനൊക്കെ സംസാരിക്കാൻ എനിക്ക് ഒത്തിരി പാടാണ്. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ അങ്ങനെ അറിയത്തില്ല അധികമൊന്നും. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ എനിക്ക് പാസ്സായി. ഞാൻ ഇൻ്റർവ്യൂ കിട്ടി. ഇൻ്റർവ്യൂവിന് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു അടയാളം വേണം. കാരണം എനിക്ക് ഈശോയും അമ്മയും കൂടെ തന്ന ഒരു സ്ഥലത്തേക്കായി ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു അടയാളം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് അടയാളം കാണണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മരിയ എന്ന പേരുള്ള ഒരു എംപ്ലോയറാണ് എന്നെ ഇൻ്റർവ്യൂ എടുത്തത്. ആ പേര് ഞാൻ അവിടെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഇത് തന്നെയാണ് എൻ്റെ സ്ഥലം. ഞാൻ ഉറപ്പിച്ചു. പിന്നെ മാത്രമല്ല, ഞാൻ പോകുന്ന ഓർഗനൈസേഷൻ്റെ ഹെഡിൻ്റെ പേര്, അതായത് ഹെഡായിട്ടുള്ള ഓർഗനൈസേഷൻ്റെ പേര് മരിയ എന്ന് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കോൺട്രാക്റ്റ് ലഭിച്ചത് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ മാർച്ച് 3-ാം അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബർത്ത്ഡേയുടെ അന്നത്തെ ദിവസം തന്നെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് ആ ഒരു സമയത്ത്, ആ ഒരു വീക്കിലോ അല്ലെങ്കിൽ ആ ഒരു ചുറ്റിപ്പറ്റി എനിക്ക് എന്തെങ്കിലും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അന്നത്തെ ദിവസം, എൻ്റെ ബർത്ത്ഡേ എന്നായിരുന്നു അന്നത്തെ ദിവസം
ആണ് എൻ്റെ കോൺട്രാക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ജർമ്മൻകാരും എന്നെ വിഷ് ചെയ്തു, ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കത് വലിയ ഗിഫ്റ്റായിരുന്നു. അമ്മ മാതാവിൻ്റെ തന്നെ ഗിഫ്റ്റാണ് എനിക്കത്. കോൺട്രാക്റ്റ് കിട്ടി. അതിനുശേഷം വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി വിസ സബ്മിഷന് ഞാൻ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തു. അതെല്ലാം വളരെ നന്നായിട്ട് തന്നെ ചെയ്തു. പിന്നെ അതുപോലെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു വിസ സബ്മിഷന് മുൻപ് തന്നെ. അതായത് 17 എന്ന് പറഞ്ഞൊരു നമ്പർ എനിക്ക് ഇങ്ങനെ കാണിച്ചിട്ട് അതിന് താഴെ എൻ്റെ പേര് മേരി ജിസ്മ എന്ന് പറഞ്ഞിട്ടുള്ള പേര്, അതിലാണ് വിസ കാര്യങ്ങൾ കിട്ടാന്നുള്ളത്. അപ്പം ഞാനിവിടെ അമ്മേനോട് പറഞ്ഞു, എന്തോ സംഭവം ഉണ്ട് 17-നെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്, എനിക്ക് മനസ്സിലാവണില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 17-ാം തീയതി ഞാൻ വെയിറ്റ് ചെയ്തു. 17-ാം തീയതി വിസ വരുമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ വന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായില്ല ഇതെന്തായിരിക്കും സംഭവം എന്നുള്ളത്. പക്ഷേ സംഭവം 17-ാമത്തെ വർക്കിംഗ് ഡേ, അവിടെ ആക്ച്വലി വിസ പ്രോസസ്സിങ് എല്ലാം സാറ്റർഡേ സൺഡേ ഒന്നും ഇല്ല, വർക്കിംഗ് ഡേയ്സിലാണല്ലോ എല്ലാം ചെയ്യുന്നത്. അങ്ങനെ കൃത്യം എനിക്ക് 17-ാമത്തെ വർക്കിംഗ് ഡേയിലാണ് എനിക്ക് ഡിസ്പാച്ച് മെയിൽ വന്നത്. ഇന്നലെ എൻ്റെ വിസ കിട്ടി. ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഞാൻ പാസ്പോർട്ടിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിന് ഞാൻ പാസ്പോർട്ട് എല്ലാ ദിവസവും ഞാൻ കൊടുക്കും. ഇത് ചെയ്യുന്നത് വേറെ ആരുമല്ല, അമ്മ മാതാവാണ് ഇതെനിക്ക് ചെയ്തു തരേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഈ 7-ാമത്തെ പേജിൽ ഞാൻ കുരിശ് വരക്കും. അപ്പോൾ അമ്മ എന്നെ വഴക്ക് പറയും, ഈ പാസ്പോർട്ടിൻ്റെ ഉള്ളിലൊക്കെ കുരിശ് വരച്ച് വയ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ട്. ഞാൻ 7-ാമത്തെ പേജിൽ തൈലം തേക്കുമായിരുന്നു. എന്ത് വന്നാലും കുഴപ്പമില്ല, എനിക്ക് ഇതിലെനിക്ക് അടിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ കുരിശ് വരയ്ക്കുമായിരുന്നു. എനിക്ക് 7-ാമത്തെ പേജിലാണ് എനിക്ക് വിസ അടിച്ചു വന്നിരിക്കുന്നത്. പിന്നെ കൃത്യം 17-ാമത്തെ വർക്കിംഗ് ഡേയിൽ എനിക്ക് വിസയും ഡിസ്പാച്ച് മെയിൽ വന്നു. ഇന്നലെ എനിക്ക് വിസ കിട്ടി. ഇന്നലെ തന്നെ എനിക്ക് ടിക്കറ്റും എടുത്തു, ഫ്ലൈറ്റ് ടിക്കറ്റ്. ഇപ്പോൾ ഈ വാറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് പോകാനായിട്ട്. ഒത്തിരി നല്ല റേറ്റുമാണ് ഫ്ലൈറ്റിന്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ കൃത്യം പൈസ എത്രയുണ്ടെന്ന് ഈശോയ്ക്ക് അറിയാം. ഈശോ തന്നെയാണ് അത് റെഡിയാക്കി തന്നത്. അപ്പം ഇതും എങ്ങനെ പോവും എന്ന് എനിക്കറിയില്ല കേട്ടോ. റെഡിയാക്കിക്കോളണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവിനോടും ഈശോയോടും. അതുപോലെ തന്നെ ഇന്നലെ തന്നെ എനിക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പറ്റി. എല്ലാം സ്മൂത്തായിട്ട് നടന്നു. വളരെ ടൈം ഷോർട്ടനിങ് എന്ന് പറയുന്ന പോലെ എല്ലാം സ്മൂത്തായിട്ടാണ് നടന്നത്. ഇതെല്ലാം സംഭവിച്ചത് ഒരു 1 മന്ത് അതിനുള്ളിൽ തന്നെയായിരുന്നു. ഇതെല്ലാം എൻ്റെ ഒരു മെറിറ്റ് കൊണ്ടിട്ടല്ല. എനിക്ക് ജർമ്മനിലാണെങ്കിലും ഞാൻ ഒത്തിരി വീക്കാണ്. എന്നേക്കാൾ നന്നായിട്ട് സംസാരിക്കുകയും എന്നേക്കാൾ നന്നായിട്ട് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒത്തിരി പിള്ളേർ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതെല്ലാം എനിക്കറിയാം. ഞാൻ എല്ലാവരോടും ഇവിടെ എനിക്ക് കിട്ടിയ ആ ഒരു അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ എൻ്റെ സ്ട്രെങ്ത് ഇതാണ്, എൻ്റെ ധൈര്യം എന്ന് പറയുന്നത് ഇതാണ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. സാക്ഷ്യങ്ങൾ ഞാൻ കാണുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ എന്നെപ്പോലെ പഠിക്കുന്ന പിള്ളേരുടെയൊക്കെ സാക്ഷി ഞാൻ കാണാറുണ്ട്. അപ്പോൾ അവിടെയുള്ള ആ പിള്ളേരിങ്ങനെ ഈ പാസ്പോർട്ട് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഞാൻ കരഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറയുമായിരുന്നു, എനിക്കും ഇതുപോലെ വന്നിട്ട് ഇതുപോലെ എനിക്ക് പിടിച്ചിട്ട് എനിക്ക് കാണിക്കണം, ഈ ഒരു അൾത്താരയിൽ കയറിയിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന് തന്നെയായിരുന്നു എൻ്റെ പ്രാർത്ഥന. അതുപോലെ തന്നെ അമ്മ എനിക്ക് സാധിച്ചു തന്നു. ഇതുപോലെ ഒത്തിരി പേര് പഠിക്കുന്നവരുണ്ടാവും. എന്താ പറയുക, ഡ്രോപ്പ് ചെയ്യരുത്, മാതാവ് എന്തായാലും കൂടെ ഉണ്ടാകും, അത് ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങളത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉടമ്പടിയിൽ എന്തായാലും അമ്മ അത് സാധിച്ചു തരും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത് പത്രം, ഇവിടെ എല്ലാ മാസവും വന്നിട്ട് പത്രം കൊടുക്കുമായിരുന്നു. പത്രം മേടിച്ചിട്ട് ഹോസ്പിറ്റൽസിലും പിന്നെ ഇങ്ങനെ റോട്ടിലൊക്കെ നമ്മൾ കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഓൾഡ് ഏജ് ഹോമിൽ നമ്മൾ എല്ലാ ആഴ്ചയിലും പോകും. എല്ലാ ആഴ്ചയിലും ഒരു വട്ടം നമ്മൾ ഓൾഡ് ഏജ് ഹോമിൽ, പിന്നെ ഈ കുഞ്ഞ് പിള്ളേരുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ട് അവർക്ക് ഫുഡൊക്കെ കൊടുക്കും. പിന്നെ അല്ലാതെ നമ്മൾ പൊതിച്ചോറ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഞാൻ അമ്മയും കൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ബൈബിൾ വായനയാണെങ്കിലും നേരത്തെ അത്രയും കുറവായിരുന്നു. ഞാൻ എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ ബൈബിൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. പഠിക്കാനാണെങ്കിലും എവിടെയാണെങ്കിലും ഒന്ന് റൂമിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴാണെങ്കിലും എൻ്റെ കൂടെ എപ്പോഴും ബൈബിൾ ഉണ്ടാവും. കാരണം എന്തുണ്ടെങ്കിലും എനിക്ക് അപ്പം തന്നെ ബൈബിൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ച് ഈശോ എന്താ പറയണേന്ന് നോക്കുന്ന ഒരാളാണ്. അപ്പം ഒത്തിരി ബൈബിൾ വായന കുറവായിരുന്നു. ഉടമ്പടിക്ക് ശേഷമാണ് ഞാൻ വായിക്കാനൊക്കെ തുടങ്ങിയത്. പിന്നെ ജപമാല ചൊല്ലാനായിട്ടുള്ളൊരു അനുഗ്രഹം അത് പ്രത്യേകം എനിക്ക് കിട്ടിയത് ഉടമ്പടിക്ക് ശേഷമാണ്. പിന്നെ കുമ്പസാരിക്കാനായിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒന്നും ഇങ്ങനെ തെറ്റിപ്പോവാതെ കൃത്യമായിട്ട് ആ ഒരു ഫ്ലോയിൽ ചെയ്യാൻ പറ്റുന്നത് ഈ ഉടമ്പടിക്ക് ശേഷമാണ്. ഒത്തിരി ആത്മീയമായിട്ട് എനിക്ക് ഉയർച്ചയാണ് ഉണ്ടായത്. ഞാൻ 2023 സെപ്റ്റംബർ 22 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്.
എല്ലാ മാസവും മുടങ്ങാതെ പേപ്പറൊക്കെ വാങ്ങിക്കും. 3 മാസം കൂടുമ്പോൾ ഉടമ്പടി പുതുക്കും. എല്ലാം ചെയ്തു പോന്നിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹം എന്നും എനിക്കുണ്ടായിരുന്നു. എല്ലാ ദിവസവും മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ കാലുവേദനയായാലും ശരീരവേദന എന്തായാലും മാതാവ് നടത്തിയിരുന്നത്. അങ്ങനെയാണ്. അങ്ങനെ ഒരു ദിവസം എനിക്ക് മെനോപ്പസായി 1 വർഷത്തിന് ശേഷം വീണ്ടും എനിക്ക് ബ്ലീഡിങ് ആയ സമയത്ത് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ വരാൻ പാടില്ല, 1 വർഷത്തിന് ശേഷമല്ലേ, അപ്പോൾ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൻ്റെ അകത്ത് തടിപ്പുണ്ട്, ഒരുപാട് മുഴകളും കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നെങ്കിൽ കോൾപോസ്കോപ്പി ചെയ്യണം, അല്ലെങ്കിൽ പാസ്മിയർ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബയോപ്സി കഴക്കാം, എന്നിട്ട് മതി പിന്നത്തെ എന്തെങ്കിലും നോക്കാം എന്നവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ വിഷമിച്ച്, ദൈവമേ എന്തെങ്കിലും ക്യാൻസറോ വല്ലതും ആണെങ്കിൽ എന്ത് ചെയ്യും, സാമ്പത്തികമായിട്ടൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ മാതാവിന് അറിയാമല്ലോ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്തായാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് മാതാവ്, എനിക്കതിനുള്ളൊരു ഉത്തരം തരണമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛനോട് അവിടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ സൈത്തിൻ്റെ വിരലിൽ തേച്ചിട്ട് പറഞ്ഞു, യൂട്രസിൻ്റെ ഭാഗത്ത് കുരിശ് വരക്കുക, ടെൻഷനൊന്നും വേണ്ട, ബയോപ്സിക്ക് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പാസ്മിയർ ടെസ്റ്റ് എടുത്ത് ബയോപ്സിക്ക് അയച്ചു. റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവായിരുന്നു. ഒരു കുഴപ്പമില്ല. എനിക്കിപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ്. പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോൻ്റെ അനുഗ്രഹമുണ്ട്. മോനിപ്പോൾ കൂടെ ഇല്ലാത്തതുകൊണ്ടാണ് അത് പറയാൻ പറ്റാത്തത്. പിന്നെ മോളുടെ അനുഗ്രഹം എല്ലാം മാതാവ് ഞങ്ങൾക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകനെ പോലെ ചിറകുയരും, ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വചനമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകരെ പോലെ ചിറകടിച്ചുയരുമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരുപക്ഷെ നമ്മൾ ക്ഷീണിച്ചിരിക്കാം, പ്രത്യാശ നഷ്ടപ്പെട്ടാം, പ്രശ്നങ്ങൾ കൊണ്ട് തളരാം. പക്ഷെങ്കിൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കുന്ന ഒരു വലിയ ആത്മീയ പദ്ധതിയാണ് ഉടമ്പടി. കഴുകരെ പോലെ ചിറകുയർത്തി ഉയരാനും ഉടമ്പടിയിൽ ദൈവകൃപയാണ് നമ്മെ ആത്മീയമായി ഉയർത്തുന്നത്. ദൈവം ധൈര്യം നൽകുന്നു. പരിശുദ്ധ അമ്മ കൃപാസന അമ്മയാണ് നമ്മെ സംരക്ഷിക്കുന്നത്. മരിയനുടമ്പടിയിലൂടെ നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശ വയ്ക്കുകയാണ്. മനുഷ്യശക്തിയിലല്ല, പക്ഷെങ്കിൽ ദൈവശക്തിയിലാണ്. ഉടമ്പടിയിൽ മനസ്സിന് പുതിയ പ്രത്യാശയും ആത്മീയ ശക്തിയുമാണ് നാം ഓരോരുത്തർക്കും ലഭിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ ദൈവിക അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് മേരി ജിസ്മ എന്ന മകള് നമ്മളോട് പങ്കുവച്ചത്. ഈ മകൾ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരികയും പ്രാർത്ഥിച്ചിട്ട് പോവുകയും പിന്നീട് ഒരു സ്വപ്നത്തിലാണ് ഈ മകൾക്കൊരു ഉൾപ്രേരണ കിട്ടുകയും അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തത്. അത് ഈ മകൾക്കൊരു കൂടുതൽ പ്രചോദനം നൽകി. പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ആശ്വാസം. അങ്ങനെ അതോടെ മോൾക്കുള്ള കൂടുതൽ പ്രത്യാശയായി, കൂടുതൽ ധൈര്യമായി. അങ്ങനെ ആ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. പിന്നെയുള്ളത് കോൺട്രാക്റ്റായിരുന്നു. അവിടെയും ഈ മകള് പരിശുദ്ധ അമ്മ, നമുക്കെല്ലാവർക്കും അറിയാം, ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്ന സമയഘടികാരത്തിൻ്റെ അമ്മയാണ്, സമയചുരുക്കത്തിൻ്റെ അമ്മയാണ്. ആ മകള് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു. മാർച്ച് 3 എൻ്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കോൺട്രാക്റ്റ് കിട്ടിയത് മാർച്ച് 3-ാം തീയതിയാണ്. അവിടെയും ഈ മകളുടെ പ്രാർത്ഥന കേൾക്കാതിരുന്നില്ല പരിശുദ്ധ അമ്മ. ഈശോയുടെ എല്ലാ കാര്യവും, മക്കൾ പറയുന്ന ഓരോ കാര്യവും അമ്മ ഈശോയിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെയാണ് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ജർമ്മൻകാർ പോലും വിഷ് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാണ്. പിറ്റേ ദിവസം തന്നെ വിഷിൻ്റെ സബ്മിഷൻ വിസയ്ക്കുള്ള പ്രോസീഡിങ് സ്റ്റാർട്ട് ചെയ്തു. അതും ഒരു സ്വപ്നത്തിൽ വന്ന് 17 എന്ന നമ്പർ കാണിക്കുകയും 17ാമത്തെ ദിവസം, അതായത് വർക്കിംഗ് ഡേയ്സിൽ തന്നെ ഈ മകൾക്ക് വിസ ഡിസ്പാച്ച് ആവുകയും ചെയ്തു. പിന്നീട് വീണ്ടും അവിടെയും ഡേറ്റാണ് കാണിക്കുന്നത്. പരിശുദ്ധ അമ്മ ഈശോയും നമ്മുടെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് പല വ്യക്തികളിൽ കൂടിയാണ്, പല അനുഭവങ്ങളിൽ കൂടിയാണ്, പല രീതിയിലാണ്. ചിലപ്പോഴും മെഴുതിരിയിൽ കൂടെ, ചിലപ്പോൾ പല വ്യക്തികളിൽ കൂടെ,
ഒന്നുമല്ലെങ്കിൽ പല റെയിൻബോ, പല സുഗന്ധാഭിഷേകം, ഇങ്ങനെ ഓരോരോ രീതികളിലാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈ മകൾക്ക് വന്നത്. സ്വപ്നത്തിൽ കൂടിയാണ് ആ നമ്പർ വെളിപ്പെടുത്തി കൊടുത്തത്. അങ്ങനെ 17ാമത്തെ ദിവസം തന്നെ വിസ ഡിസ്പാച്ച് ആവുകയും ഇന്നലെയാണ് വിസ കയ്യിൽ കിട്ടത്. ആ മകള് 7ാമത്തെ പേജ് എന്നും വിശുദ്ധ തൈലം തേച്ച് അങ്ങനെ ചെയ്യരുതാത്താണ്. കാരണം എന്തെങ്കിലും മാർക്കുണ്ടെങ്കിൽ അത് പേജ് വിസ റിജക്റ്റ് ആവേണ്ട കാര്യമാണ്. അത് നമ്മൾ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. എന്നാലും മോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 7 എന്ന ഡേറ്റ് നമുക്കറിയാം, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ഡിസംബർ 7-ാം തീയതി. ആ 7 എന്നുള്ള പേജാണ് ഈ മകള് പ്രാർത്ഥിച്ചത്, പേജിൽ വേണമെന്നാണ്. അങ്ങനെ 7ാമത്തെ പേജിലാണ് വിസ അടിച്ചു വന്നത്. ടിക്കറ്റ് ഇപ്പോൾ യുദ്ധത്തിൻ്റെ കാലമാണ്, ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയമാണ്. എങ്കിലും ഈ മകൾക്ക് വളരെ കുറഞ്ഞ എമൗണ്ടിൽ ടിക്കറ്റും റെഡിയായി. നാളെയാണ് ഈ മകള് ജർമ്മനിക്ക് നഴ്സിങ്ങിന് പോകുന്നത്. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് ഈ മകൾ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാനായിട്ട് മാത്രമായിട്ടാണ് ഇവിടെ വന്നത്. പെട്ടിയിലെല്ലാം പാക്ക് ചെയ്തു. പക്ഷേങ്കിൽ ഉടമ്പടി പുസ്തകം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് പുസ്തകം പുറത്തെടുത്ത് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞിട്ട് പോകാനായിട്ടാണ് ഈ മകൾ ഇവിടെ വന്നിരിക്കുന്നത്. നന്ദി പറയാനും മറക്കാത്ത ഈ മകൾക്ക് മകളെ പോലെ ഈശോയ്ക്കും അമ്മയ്ക്കും കൂടുതൽ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും ശക്തി നൽകി നമ്മൾക്കൊരു വലിയ ആശ്രയമാണ് നൽകുന്നത്. കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്ന് ഉയരാനുള്ള ശക്തി. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. അതാണ് നമുക്കുള്ള വിശ്വാസം. ഉടമ്പടി മകൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്നതാണ്. കഴുകൻ പക്ഷി കൊടുങ്കാറ്റ് വരുമ്പോൾ പേടിച്ച് താഴോട്ടല്ല പറക്കുന്നത്, മുകളിലോട്ടാണ് പറക്കുന്നത്. നമ്മുടെ ഉടമ്പടി ജീവിതവും എത്ര കാറ്റ് വന്നാലും കൂടുതൽ ശക്തി ഉപയോഗിച്ച് കൂടുതൽ ഉയരത്തിലേക്ക്, ആത്മീയമായ ജീവിതത്തിലേക്ക് നമുക്കും ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും മേരി ജിസ്മയ്ക്കും കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക. പ്രത്യക്ഷീകരണപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഈശ്വരനും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ശരണ്യ, ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദു ആണ്. ഞാൻ 2024 നവംബർ 25-നാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ജർമ്മൻ B2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹോസ്റ്റലിലുള്ള ഫ്രണ്ട്സും അതുപോലെ യൂട്യൂബിൽ സാക്ഷ്യങ്ങളും കണ്ടിട്ടാണ് ഞാൻ കൃപാസനത്തെ പറ്റി ഉടമ്പടിയെ പറ്റിയിട്ട് അറിയുന്നത്. ഞാൻ B2 ഓൺലൈനാണ് പഠിക്കുന്നത്. ഞാൻ B1 ആയപ്പോഴത്തേക്കും ഓൺലൈൻ എടുക്കാൻ ചൂസ് ചെയ്തു. അപ്പം തന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എനിക്ക് കുറച്ച് പാടായിരുന്നു ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ മാസം എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. അതിൽ ഒരു മൊഡ്യൂൾ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. ഞാൻ ഓർത്തു അത് പാസ്സാവും എന്നുള്ളത്. മറ്റത് എനിക്ക് ഭയങ്കര പാടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള രീതിയിൽ ഞാൻ പാസ്സാകും എന്ന് പറഞ്ഞത് ഞാൻ ഫെയിലായി. പക്ഷെ ഞാൻ പാസ്സാവില്ല, എനിക്ക് ഭയങ്കര ടഫായിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അടുത്ത മാസം പിന്നെ ഒരു എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം എനിക്ക് പാസ്സാവാൻ പറ്റി. B2 പഠിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഏജൻസി നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ഏജൻസികൾ ഇങ്ങനെ കോൺടാക്ട് ചെയ്തു, പക്ഷേ എനിക്ക് ഒന്നും ശരിയാവുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് പിന്നെ ഉടമ്പടി എടുത്തു. എനിക്ക് ഇത്രയും ദൂരമായിട്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആദ്യം വെച്ച നിയോഗം എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു ഏജൻസി കിട്ടണമെന്ന്. ഞാൻ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ എനിക്ക് നടക്കാറുണ്ട്. അതുപോലെ എനിക്ക് ചൊവ്വാഴ്ച ബുധനാഴ്ച ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് എന്ത് നല്ല കാര്യം നടന്നാലും അത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ആയിരിക്കും നടക്കുന്നത്. അതുപോലെ 7 എന്നുള്ള നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി നിയോഗം എടുത്ത് വെച്ചതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഒരു ഏജൻസി കിട്ടി. അപ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പരിചയപ്പെട്ട് കൂടുതൽ സംസാരിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് അവരെ നേരിട്ട് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വിശ്വാസമായി. അതുപോലെ അവരുമായിട്ട് പെട്ടെന്ന് നമ്മൾ കണക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ശരിയായി. അങ്ങനെ എനിക്ക് പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തു തന്നു. B2 പഠിക്കുമ്പോൾ തന്നെ എനിക്ക് സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ. അപ്പോഴേക്കും എനിക്ക് ഏജൻസിയും കാര്യങ്ങൾ കിട്ടി. ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി.
അത് കഴിഞ്ഞിട്ട് ഒരു ജൂലൈ എൻ്റെ ബർത്ത്ഡേ ആണ് ജൂലൈയിൽ 7-ാം മാസം അത്. അപ്പോൾ എനിക്ക് 7 എന്നുള്ള നമ്പർ ഭയങ്കര പ്രത്യേകതയുള്ളതുകൊണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് 7 എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് 11-ാം തീയതി. അപ്പോൾ എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എൻ്റെ കോൺട്രാക്റ്റ് എനിക്ക് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ കോൺട്രാക്റ്റ് എൻ്റെ ബർത്ത്ഡേയുടെ തലേന്ന് എൻ്റെ ഏജൻസിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കോൺട്രാക്റ്റ് റെഡി ആയിട്ടുണ്ട്, പ്രോസസ്സിങ് ഫീ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെല്ല് ചെയ്യാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടക്കണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഇതും എൻ്റെ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് എൻ്റെ കോൺട്രാക്റ്റ് വന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രോപ്പർട്ടി സെല്ല് ചെയ്യാനും എനിക്ക് എൻ്റെ കോൺട്രാക്റ്റും കിട്ടി. അങ്ങനെ എനിക്ക് പിന്നെ ഞങ്ങൾ വിസയ്ക്ക് സ്ലോട്ട് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സ്ലോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആദ്യമൊന്നും ഞാൻ ഏജൻസിയിൽ നിന്ന് എടുത്ത് തരും എന്ന് ഓർത്ത് നിന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഒരു സ്ലോട്ട് കിട്ടി, പക്ഷെ നടന്നില്ല. അങ്ങനെ എനിക്ക് ആ ഇൻടേക്ക് മിസ്സായി. പക്ഷെ എനിക്കൊരു വിഷമവും തോന്നിയില്ല. എന്തെങ്കിലും നല്ലതിനായിരിക്കും എന്നുള്ളൊരു ട്രസ്റ്റ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കിട്ടി. ഒന്ന് പോയാൽ അടുത്തത് എന്നുള്ളതായിരുന്നു. അങ്ങനെ എനിക്ക് ആ ഇൻടേക്ക് മിസ്സായി. പക്ഷേ എനിക്ക് പിന്നീട് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട വന്നില്ല. അതുപോലെ എനിക്ക് കോൺട്രാക്റ്റും വേറെ വേണ്ടി വന്നില്ല. ഇത് തന്നെ വെച്ച് തന്നെ അടുത്ത ഇൻടേക്ക് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നു. ഈ ഡിസംബറിൽ 14-ാം തീയതി ഞാൻ വിസയ്ക്ക് വെച്ചു. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ എംബസിയിൽ ലീവായിരിക്കും, വിസ വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് ഓർത്തിരുന്നു. പക്ഷേ ഇതൊക്കെ നടന്നിട്ടും എനിക്ക് മുന്നേ വെച്ചവർക്ക് കിട്ടിയില്ല. പക്ഷേ എനിക്ക് കറക്റ്റ് 22 ദിവസമായപ്പോൾ എനിക്ക് വിസ കിട്ടി. അങ്ങനെ ഈ വരുന്ന നാളെ ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. പിന്നെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് 9-ാം ക്ലാസ് തൊട്ട് ഡ്രൈവിംഗ് അറിയാം. പക്ഷേ എപ്പോഴും അത് എനിക്ക് എക്സാം കാരണം ഡേറ്റ് എടുക്കും, അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല, നടക്കാറില്ല. ഒന്നുമില്ല ടെക്സ്റ്റ് നടക്കാറില്ല, അല്ലെങ്കിൽ പോകാൻ പറ്റാറില്ല. അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടക്കില്ല എന്നാൽ പിന്നെ നമുക്ക് വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഈ കഴിഞ്ഞ 27-ാം തീയതി എനിക്ക് ടെസ്റ്റ് പാസ്സാവാൻ പറ്റും, എനിക്ക് ലൈസൻസ് കിട്ടി. അതുപോലെ എനിക്ക് ഇടയ്ക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ തലവേദന മാറി. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു ആകാശപ്പറവയുണ്ട്. അവിടെ ഞങ്ങൾ ഡ്രസ്സൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ പൊതിച്ചോറ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫോണിലൊക്കെ ഇങ്ങനെ വയ്യാത്തവരുടെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ ചാരിറ്റിയിൽ ഞങ്ങൾ പൈസ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഡെയിലി ബ്രെഡും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. പത്രം ഞാൻ റോഡിലും അതുപോലെ ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനെ ഈശോയ്ക്ക് നന്ദി പറയുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. സങ്കീർത്തനം 145 16-ാം വചനം. ദൈവം തൻ്റെ കൈ തുറന്നു നമുക്ക് ആവശ്യാനുസരണം നൽകുന്നു. കൃപാസനം മരിയൻ ഉടമ്പടിയിൽ അമ്മ മാതാവിൻ്റെ പ്രാർത്ഥനയിലൂടെ മധ്യസ്ഥതയിലൂടെ ദൈവം നമ്മുടെ നിയോഗങ്ങൾ നിറവേറ്റുമെന്ന് നാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഉടമ്പടി മധ്യസ്ഥതയിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുന്ന ഒരാത്മീയ പാതയാണ്, ഒരാത്മീയ വഴി പദ്ധതിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഇന്നത്തെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ദൈവം നൽകിയൊരു പദ്ധതിയാണ്. ദൈവം തൻ്റെ കൈ തുറന്നു കൊടുക്കുന്നു. നമ്മൾ ജോലിക്ക് വേണ്ടിയാവാം വിഷമിക്കുന്നത്, ഒരു പക്ഷേ ഇൻ്റർവ്യൂ പാസ്സാവാനോ രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കാനോ കഷ്ടപ്പാടുകളും കുടുംബ പരാപ്തങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ നമ്മെ അലട്ടുമ്പോൾ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് കൈ തുറന്നു കൊടുക്കുന്ന ഒരു ഈശോയെയും നമ്മെ കയ്യിൽ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് നാം ഇവിടെ അനുഭവിക്കുന്നത്. കൃപാസനം അമ്മയും ഈശോയുടെയും അനുഗ്രഹങ്ങളാണ് ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഉടമ്പടി ജീവിതത്തിൽ അമ്മ കാണിച്ച വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും കുറവില്ലാതെ നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മീയ പാത, ആത്മീയ അനുഗ്രഹം, ജീവിതാനുഭവങ്ങൾ, ജീവിതത്തിലെ സംരക്ഷണങ്ങൾ, ജീവിതത്തിലെ വിജയങ്ങളെല്ലാം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അമ്മ മാതാവ് കരുണയുടെ കയ്യിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. ഉടമ്പടി ജീവിതം ദൈവത്തിൽ ആശ്രയിച്ച് അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളുടെ സാക്ഷ്യങ്ങളാണ് നാം ഇവിടെ കേൾക്കുന്നത്. ഈ മകൾ പറഞ്ഞ സാക്ഷ്യം ശരണ്യ ചന്ദ്രൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തതും ദൈവം കൈ തുറന്നു നൽകിയ അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ മകൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുകയും
V2 ജർമ്മൻ പരീക്ഷ എഴുതാനായിട്ടാണ് അമ്മയുടെ അനുഗ്രഹത്തിനായി ഇവിടെ വന്നത്. അക്രൈസ്തവയായ ഈ മകൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കൂടുതലും ഉടമ്പടിയിൽ ഈ മകൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഓരോ പരീക്ഷയ്ക്ക് പോകുന്നത്. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കൾ വിശ്വാസ പ്രമാണിച്ചാൽ വിശ്വാസത്തോടെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകൾക്ക് ഓരോ കാര്യങ്ങളും പൂർത്തീകരിച്ച് വിജയം വരിക്കുവാനായിട്ട് ഈ മകൾക്ക് സാധിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് പരീക്ഷ എഴുതിയപ്പോൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് പരീക്ഷ പാസ്സാകാൻ സാധിക്കുകയും ബർത്ത്ഡേക്കാണ് മകൾ കോൺട്രാക്റ്റ് കിട്ടാനായിട്ട് ഡേറ്റ് ചോദിച്ചത്. അങ്ങനെ ജൂലൈ 7 അതായത് 7-ാം തീയതി അമ്മയുടെ ഒരു ദിവസം കൂടിയാണ്. അങ്ങനെയാണ് ഈ മകൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്, എൻ്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു സൈൻ തരണമേന്ന്. അങ്ങനെയാണ് ഈ മകളും ബർത്ത്ഡേക്ക് കോൺട്രാക്റ്റ് കിട്ടുകയും അന്ന് തന്നെ അവർ പൈസ ചോദിക്കുകയും ചെയ്തത്. പക്ഷെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആ സമയത്ത് വർഷങ്ങളോളം, ഒരു വർഷത്തോളം വിൽക്കാനിട്ടിരുന്ന ഒരു പ്ലോട്ട് വിൽക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷെങ്കിൽ അതും ജൂലൈ 7-ാം തീയതി തന്നെ ആ പ്ലോട്ട് വിൽക്കുകയും പൈസ കയ്യിൽ വരികയും ഡിസംബർ 7-ാം തീയതി കോൺട്രാക്റ്റിനുള്ള കാശ് കൊടുക്കുവാനായിട്ട് എല്ലാം റെഡിയാക്കി തരികയും ചെയ്തു. ഇതാണ് നാം പറയുന്നത്, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കൈ തുറന്നു കൊടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു സ്നേഹവും വാത്സല്യവും കരുണയും സംരക്ഷണവുമാണ് നാം ഓരോ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നും അറിയില്ല, കയ്യിലൊന്നുമില്ല, പക്ഷെങ്കിൽ കോൺട്രാക്റ്റ് വന്നു. എവിടെ നിന്ന് കാശ് കൊടുക്കുമെന്ന് അറിയില്ല. പക്ഷെങ്കിൽ അമ്മ കൊടുത്ത വഴി ഇതാണ്. ഒരു വർഷം വിൽക്കാതെ കിടന്ന പ്ലോട്ട് ആ ജൂലൈ 7-ാം തീയതി പൈസ സബ്മിറ്റ് ചെയ്യേണ്ട ദിവസം തന്നെ ആ പ്ലോട്ട് വിൽക്കാൻ സാധിച്ചു. കൊടുക്കുവാനുള്ള ക്യാഷ് കയ്യിൽ വരികയും ചെയ്തു. ഇതാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ. നാം എത്ര ബുദ്ധിമുട്ടിയാലും എത്ര പ്രശ്നങ്ങളായാലും ഉടമ്പടി മക്കൾക്ക് എല്ലാം ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാം. കാരണം ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈശോയും അമ്മയുമാണ് നമ്മെ സംരക്ഷിക്കുന്ന ദൈവം, കൂടെയുണ്ട്. അത് വിൽക്കുകയും പിന്നെ മോളുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്തു. പിന്നീട് ഈ മകൾക്ക് വിസയുടെ കാര്യമാണ്. വിസ സ്ലോട്ട് കിട്ടുന്ന ദിവസവും അതും ഈശോയുടെ അമ്മയുടെ പ്രാർത്ഥിച്ച ഫലമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുകയും വിസ സ്ലോട്ട് ഔട്ട് ചെയ്യാനും എല്ലാം ഈശോയും അമ്മയും കനി നൽകിയ അനുഗ്രഹമായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ എന്ത് തന്നെ ആയാലും വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നമുക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ആത്മീയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയും അമ്മയും കൈ തുറന്നു കൊടുക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മളെ സംതൃപ്തരാക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ കൂടെ, നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയുണ്ട് കൂടെയെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. ശരണ്യ ചന്ദ്രന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. രക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് അനീറ്റ, ഇതെൻ്റെ മമ്മി ഫിലോമിന. ഞങ്ങൾ എറണാകുളം ചേരാനല്ലൂർ നിത്യസഹായ മാതാ ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അമ്മ 2022 ഒക്ടോബറിൽ ഇവിടെ വരികയുണ്ടായി. ഞാനും എൻ്റെ മമ്മിയും മമ്മിയുടെ അനിയത്തിയുടെ മകനും കൂടിയാണ് വന്നത്. അപ്പം മമ്മിയും അനിയത്തിയുമാണ് അന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ഇവിടെ ഇരുന്ന് ആ സമയം മുഴുവൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം മമ്മി ഉടമ്പടി എടുത്തതിൽ ഒരു നിയോഗം വെച്ചിരുന്നത് എനിക്ക് എത്രയും വേഗം നല്ലൊരു ജോലി ലഭിക്കണം എന്നുള്ളതായിരുന്നു. ആ സമയത്ത് ഞാൻ എക്സാംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഗവൺമെൻറ് ടെസ്റ്റുകൾ, ബാങ്ക് ടെസ്റ്റുകൾ, SSC, അങ്ങനെ നല്ലൊരു ജോലി കിട്ടുന്നതിന് പ്രിപ്പയർ ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പം മമ്മിയുടെ ഒരു നിയോഗം അതായിരുന്നു, എത്രയും വേഗം ഒരു ജോലി ലഭിക്കണേ എന്നുള്ളതായിരുന്നു. അങ്ങനെ മമ്മി ഉടമ്പടി എടുത്ത് പോയി. ഞങ്ങൾ പോയതിന് ശേഷം ഞാൻ ഓരോ കാര്യങ്ങളിലും മമ്മിയുടെ കൂടെ എല്ലാ പ്രാർത്ഥനകളിലും, രാവിലെ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും 5:30 എഴുന്നേറ്റ് പ്രാർത്ഥനയും പള്ളിയിൽ പോകലും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനും എല്ലാ കാര്യങ്ങളിലും പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും കാരുണ്യ പ്രവർത്തികൾ, ഹോസ്പിറ്റലുകളിൽ പോകുന്നത്, പേപ്പർ കൊടുക്കാൻ പോകുന്നത്, എല്ലാ കാര്യങ്ങളിലും എനിക്ക് ആ സമയത്ത് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എല്ലാ കാര്യങ്ങളിലും മമ്മിയുടെ കൂടെ ഒരുമിച്ച് ആ പ്രവർത്തികളെല്ലാം ചെയ്യാനും ഉടമ്പടിയിൽ നിൽക്കാനും എല്ലാ അനുഗ്രഹവും ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഞാൻ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ, അതുപോലെ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എനിക്ക് ഒത്തിരി ആത്മീയമായിട്ട് ഒത്തിരി എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.
ആ സമയത്ത് എനിക്ക് ഞങ്ങളുടെ പള്ളിയിലൊക്കെ ആണെങ്കിലും കൊയറിൽ പാടാനായിട്ട് അവസരങ്ങൾ ലഭിച്ചു. അങ്ങനെ ഈശോയുടെ ഒത്തിരി പാട്ടുകൾ പാടാൻ, മാതാവിൻ്റെ പാട്ടുകൾ പാടാൻ, അങ്ങനെ ഈശോയുടെ ഒത്തിരി കൂടുതൽ പഠിക്കുന്നതിന് ഞാൻ മുന്നേ വിചാരിച്ചിരുന്നത് ഞാൻ പഠിച്ചതിൻ്റെ എനിക്ക് എക്സാംസ് എഴുതുമ്പോൾ ഓരോരോ ഘട്ടങ്ങൾ, ആദ്യത്തെ ഘട്ടം പാസ്സാവും, രണ്ടാമത്തെ ഘട്ടം പാസ്സാവും, ചിലപ്പോൾ മൂന്നാമത്തെ ഘട്ടം തോറ്റുപോകും. അങ്ങനെ ഫൈനലിൽ ഞാൻ എപ്പോഴും തോറ്റു പോകുന്നൊരവസ്ഥയായിരുന്നു. ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കും എൻ്റെ പഠിക്കുന്നതിൻ്റെ കുഴപ്പമാണ്, എൻ്റെ കുഴപ്പം കൊണ്ടിട്ടാണ് എനിക്ക് കിട്ടാത്തത്. അങ്ങനെ വലിയ കാര്യങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറഞ്ഞാലും ഞാൻ അങ്ങനെ എനിക്ക് പഠിക്കാനുണ്ടല്ലോ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഉള്ളിൽ. പക്ഷെ ഞാൻ അതിന് ശേഷം എനിക്ക് ആത്മീയമായിട്ടാണെങ്കിലും ഇപ്പം കൊയറിനൊക്കെ പ്രാക്ടീസ് ചെയ്യാനും ഒത്തിരി ഞാനിങ്ങനെ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഈശോയുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങാനായിട്ടുള്ള അത് എനിക്ക് ഈ മാതാവും ഈശോയും തരും എന്നുള്ളൊരു വിശ്വാസം ആ സമയത്തുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് എനിക്കൊരു എക്സാംസ് ഞാൻ കുറേ എഴുതുന്നുണ്ട് ആ ഒരു ടൈമിൽ. അങ്ങനെ ഒരു എക്സാം SBIയുടെ എക്സാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫൈനൽ എക്സാം ഉള്ള സമയമായിരുന്നു. അപ്പോൾ ഫൈനൽ എക്സാമിൻ്റെ തലേ ദിവസമൊക്കെ ഞാൻ ഒരു സ്ഥലത്തും പോവില്ല, എനിക്ക് ആ കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരു പ്രകൃതമാണ്. അപ്പോൾ അന്ന് എനിക്കിങ്ങനെ തോന്നുകയാണ് ഞങ്ങൾക്ക് കൃപാസനത്തിൽ വരണം, അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം, അങ്ങനെയൊക്കെ. ആ എക്സാം ഭയങ്കര ടെൻഷനാണ്, മെയിൻസ് എക്സാമൊക്കെ വരുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ അങ്ങനെ തലേ ദിവസം ഇവിടെ വരാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് എല്ലാ കാര്യങ്ങളും ഫേവറബിളായിട്ട് വന്നു. പെട്ടെന്ന് വരാൻ എൻ്റെ പപ്പ ഉണ്ടായിരുന്നു, അപ്പോൾ പെട്ടെന്ന് വണ്ടിക്ക് വരാൻ പറ്റി. അങ്ങനെ ഞാനും പപ്പയും മമ്മിയും കൂടി ഇവിടെ വന്നു. അപ്പം ഞാൻ വെറുതെ എന്തായാലും വരികയാണ്, അപ്പോൾ ഞാൻ എൻ്റെ ഹോൾ ടിക്കറ്റ് എന്തെങ്കിലും ഉണ്ട് അതെടുത്ത് കൈ പിടിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോവാം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ ഒത്തിരി തിരക്കാണ്, അപ്പോൾ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടാൻ പറ്റുമോ, അങ്ങനെ അവിടെ വന്ന് ചോദിച്ചപ്പം എക്സാം ഉള്ളവർക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ വെറുതെ പോയി നിന്നു. പെട്ടെന്ന് തന്നെ എനിക്ക് ഒട്ടും വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. പെട്ടെന്ന് തന്നെ എനിക്ക് അച്ഛൻ ഹോൾ ടിക്കറ്റ് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് ടോക്കൺ കിട്ടി. അങ്ങനെ ഞാൻ ഇവിടെ അൾത്താരയിൽ കയറി നിൽക്കാനായിട്ട് അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടി. അച്ഛൻ എനിക്കൊരു ചെറിയ കാശുരൂപം തന്നു. ഇവിടെ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും അച്ഛൻ ബ്ലെസ് ചെയ്ത കൂട്ടത്തിൽ എന്നെയും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയി. അങ്ങനെ ഒരു ചെറിയ കാശുരൂപം എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അന്ന് ഞാൻ ശരിക്കും പ്രത്യേകിച്ചൊന്നും പഠിക്കാനോ കാരണം വൈകുന്നേരമായി വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം എക്സാമാണ്, പിന്നെ എന്തൊക്കെയോ അങ്ങനെയാണ്. പക്ഷെ മാതാവ് എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം എക്സാമിന് പോയി. എക്സാം ആണെങ്കിലും എപ്പോഴത്തെയും പോലെ തന്നെ എക്സാം എന്തൊക്കെയോ ഞാൻ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെയോ ഞാനത് എഴുതി ഞാൻ തിരിച്ചു പോന്നു. പിന്നീടാണെങ്കിലും ഓരോ കാര്യങ്ങൾ ഇതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എക്സാമൊക്കെ എഴുതി. പക്ഷേ ആ എക്സാമിൽ എൻ്റെ മാതാവ് എന്നെ ജയിപ്പിച്ചു. അങ്ങനെ എനിക്ക് ആ ജോലി എനിക്ക് ലഭിച്ചു. അങ്ങനെ SBIയിൽ ജോലിയിൽ റിസൾട്ട് വന്നു, എനിക്ക് കിട്ടി. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു മാസത്തിനുള്ളിൽ എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ, എല്ലാ കാര്യങ്ങളും പെട്ടെന്നാണ്. ഒരു മാസത്തിനുള്ളിൽ എനിക്ക് ജോയിൻ ചെയ്യണം. പക്ഷെ ഞാൻ റിസൾട്ട് വന്ന് നമുക്കൊന്ന് ഒരുങ്ങാനോ ഒരു കാര്യവും എനിക്ക് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ടെൻഷനാണ്. പക്ഷെ മാതാവ് എല്ലാം നോക്കിക്കോളും, മാതാവ് അത് നടത്തി തരുന്നുള്ളൊരു പ്രതീക്ഷയിൽ പോകണം. അപ്പോൾ ബാംഗ്ലൂരായിരുന്നു എനിക്ക് വെരിഫിക്കേഷൻ ടെസ്റ്റുകൾ, മെഡിക്കൽ, അത് കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റുകളെല്ലാം. അപ്പം എനിക്ക് ബാംഗ്ലൂർ, ഞാൻ ഇതിന് മുന്നേ അങ്ങനെ ഞങ്ങൾ പോയിട്ടൊന്നുമില്ല. അപ്പോൾ എങ്ങനെ പോകണം, എങ്ങനെ ടിക്കറ്റ് എല്ലാം എമർജൻസിയിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, സ്ഥലമൊന്നും അറിയില്ല. അങ്ങനെ പക്ഷെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ മാതാവ് ഓരോ ആളുകളെ ഞാൻ ആരെയും കോണ്ടാക്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. എല്ലാവരും എനിക്ക് വേണ്ടി ഇങ്ങനെ മാലാഖമാരെ അയക്കുന്ന പോലെ ഓരോ ആളുകൾ എൻ്റെ നമ്പർ എടുത്ത് എന്നെ ഇങ്ങോട്ട് വിളിക്കും. അപ്പം അതിന് മുന്നേ എൻ്റെ ഈ എക്സാമിന് പോയ കുട്ടി അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ പോവേണ്ടത് എങ്ങനെയാണ് ഏത് വഴി പോകണം, ഓരോ കാര്യങ്ങൾ അവൾ എനിക്ക് പറഞ്ഞു. അവൾക്കത് പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അവളെന്നെ വിളിച്ച് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അപ്പം ഞാനിതൊക്കെ ഓക്കെ ഇതെങ്ങനെയാണ്, അങ്ങനെ എനിക്ക് എല്ലാ കാര്യങ്ങളും അവൾ പറഞ്ഞു തന്നിട്ട് ഞാൻ അങ്ങനെയാണ് അവിടെ പോകുന്നത്. അവിടെ ചെന്നു എനിക്കൊന്നും അറിയില്ല പോകേണ്ടത്, അവളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരാണ്. അങ്ങനെ അപ്പം ഞാൻ ഇങ്ങനെ മാതാവേ ഞാനൊന്നും അന്വേഷിക്കേണ്ടി വന്നിട്ടില്ല, എന്നെ അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വരികയാണ് എല്ലാ കാര്യങ്ങളും. അങ്ങനെ അവിടെ ചെന്നു അത് കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ, വെരിഫിക്കേഷൻ എല്ലാം പാസ്സായി. അത് കഴിഞ്ഞ് എന്നെ ട്രെയിനിങ്ങിന് വിട്ടു. ട്രെയിനിങ് വേറെ സ്ഥലത്താണ്, അവിടെ അതും പോകേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അതിനും എല്ലാ കാര്യങ്ങളും മാതാവ് സെറ്റ് ചെയ്ത് തന്നു. കൃത്യമായിട്ട് അവിടെ പോയി ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെയാണെങ്കിൽ കുറേ ദിവസം അവിടെ താമസിക്കണം. അപ്പോഴും നമുക്ക് മാനസികമായിട്ടും ഒക്കെ ഒത്തിരി വിഷമങ്ങളൊക്കെ ടെൻഷനൊക്കെ ഉണ്ട്, എങ്ങനെയാകും. പക്ഷെ അവിടെ എല്ലാം ഫേവറബിളായിട്ട് മാതാവ് എനിക്ക് ഒരുക്കി തന്നു.
അത് കഴിഞ്ഞ് എനിക്ക് ബ്രാഞ്ച് കിട്ടുന്ന സമയം, ആ സമയത്ത് ഒരു ഡിലേ വന്നു. അപ്പോൾ അവിടെയും സ്റ്റേ ചെയ്യേണ്ടി വന്നു. അവിടെയാണെങ്കിലും കുർബാനയൊന്നും മുടങ്ങേണ്ടി വന്നിട്ടില്ല. അവിടെ ഒരു തമിഴ് കുർബാനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ അവിടെയും പോകാൻ അവിടുത്തെ അച്ഛൻ എന്തു പറ്റി മോളെ, വിഷമം എന്താണ്? അങ്ങനെ വന്നിട്ട് ഞങ്ങളോട് വന്ന് സംസാരിച്ചു. അച്ഛൻ പറഞ്ഞു എല്ലാം ഓക്കെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങ് അച്ഛനെ ബ്ലസ് ചെയ്തു. ഒരു ദിവസത്തെ കുർബാന എനിക്ക് വേണ്ടി അവിടെ ചൊല്ലി. എല്ലാ കാര്യങ്ങളും മാതാവ് ഇങ്ങനെ ഒരുക്കി തന്നുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് ജൂനിയർ അസോസിയേറ്റ് ആയിട്ടാണ് കിട്ടിയത്. എന്നിട്ട് അവിടെ ചെന്ന് ബ്രാഞ്ച് കിട്ടി. ബ്രാഞ്ചിലോട്ട് എങ്ങനെ പോകണം, പപ്പയും മമ്മിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ബ്രാഞ്ച് കിട്ടിയപ്പോൾ എനിക്ക് സ്ഥലമൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ ബ്രാഞ്ചിൻ്റെ ഹെഡ് അവിടെ നിന്നൊരു മീറ്റിങ്ങിനുണ്ടായിരുന്നു. ആ സാർ എന്നെ കാറിൽ കൊണ്ടുപോയി, ആ സാറിൻ്റെ കാറിൽ എന്നെ ഡ്രോപ്പ് ചെയ്തു. ഞാൻ അങ്ങനെ അവിടെ ചെന്നു. അവിടെ അങ്ങനെയാണെങ്കിലും ആ ബ്രാഞ്ചിലാണെങ്കിലും എല്ലാം ഫേവറബിളായിട്ട് പുതിയൊരു സ്റ്റാഫ് വരണം, പക്ഷേ എല്ലാം എനിക്ക് ഫേവറബിൾ ആയിരുന്നു അവിടെ. അത് കഴിഞ്ഞ് പപ്പയ്ക്കും മമ്മിക്കും തിരിച്ചു പോരണം. എനിക്ക് അവിടെ സ്റ്റേ എവിടെയാണെന്ന് അറിയില്ല ഒന്നും, കാരണം എനിക്ക് പരിചയമില്ലാത്ത സ്ഥലം. പെട്ടെന്നൊരു സ്റ്റേ റെഡിയാക്കണം, സമയമില്ല. അങ്ങനെ ആ ടൈമിൽ ഞാൻ ഇത്തിരി നേരത്തെ ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ അന്വേഷിച്ചിങ്ങനെ നടക്കുകയാണ്. ഒരു സ്ഥലവും ഞങ്ങൾക്ക് അറിയില്ല, അത് എവിടെ പോകണം, ആരോട് ചോദിക്കണം, ഭാഷ അറിയില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ വിഷമിച്ച്, മാതാവേ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് അന്ന് തിരിച്ചു പോരേണ്ടതാണ്, സ്റ്റേ റെഡിയാക്കിയിട്ട് വേണം വീട്ടിലേക്ക് പോരാൻ അന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ മാതാവേ എന്ത് ചെയ്യും എന്നിങ്ങനെ വിചാരിക്കുമ്പോൾ ഒരു അങ്കിള് വന്നിട്ട് എന്നോട് ഞങ്ങളോട് ചോദിക്കുക, എൻ്റെ പപ്പയുടെ ചോദിച്ചു എന്താണ് പ്രശ്നം, തമിഴിൽ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ സ്റ്റേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്കിൾ പറഞ്ഞു ഇങ്ങോട്ടൊന്നും പോവണ്ട, മെയിൻ റോഡിലുണ്ട്. ഞങ്ങളിങ്ങനെ ഉള്ളിലേക്ക് അന്വേഷിച്ച് പോവാണ് മെയിൻ റോഡിൽ നിന്ന്. അങ്ങനെ തിരിച്ച് ഞങ്ങളെ അങ്കിൾ വീണ്ടും കൊണ്ടുവന്ന് മെയിൻ റോഡിൽ എനിക്ക് 5 മിനിറ്റ് മതി നടന്ന് ജോലി സ്ഥലത്തേക്ക് പോകാം. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് മാതാവ് എന്നെ കൊണ്ടുവന്നെത്തിച്ചു. ഇതൊക്കെ അങ്ങനെ കൊണ്ടുവന്നെത്തിച്ചു. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയാണെങ്കിലും എനിക്ക് അവിടെ വൈകുന്നേരം മലയാളം കുർബാനയ്ക്ക് പോകാനായിട്ട് അവിടെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് 1 കിലോമീറ്ററിനുള്ളിൽ. അപ്പോൾ അവിടെ എനിക്ക് പോകാൻ പറ്റി. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒറ്റയ്ക്കാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അപ്പോൾ ഇവിടെ പള്ളിയിൽ പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു അങ്കിൾ വന്നിട്ട് പറഞ്ഞു ഇയാളെ ചേർക്ക്, കൊയറിലേക്ക് ഈ കുട്ടീനെ ചേർക്ക്. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും എന്നെ അറിയൊന്നുമില്ല. അങ്ങനെ എനിക്ക് അവിടെ ഇപ്പം കുർബാനയ്ക്ക് പാടാനായിട്ടുള്ള അവിടെ അവസരം ലഭിച്ചു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ്. അത് കഴിഞ്ഞ് ആ സമയത്ത് ജോലി കിട്ടിയതിന് ശേഷമാണെങ്കിലും എനിക്ക് അതിന് മുന്നേ മമ്മിയുടെ കൂടെ ആയിരുന്നു ഓരോ കാര്യങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്, കാരുണ്യ പ്രവർത്തികളെല്ലാം. അത് കഴിഞ്ഞപ്പം എനിക്ക് സാലറി കാര്യങ്ങളെല്ലാമായി. ഇപ്പം എൻ്റെ സാലറിയിൽ നിന്ന് തന്നെ എനിക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനും ഓർഫനേജിന് കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള അതെല്ലാം ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതേപോലെ മമ്മിക്ക് തൈറോയിഡിൽ 2 മുഴയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇതെന്താകും, എങ്ങനത്തെ മുഴയാകും, അങ്ങനെയുള്ള ഭയങ്കര പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തും ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കും, ഞങ്ങൾക്കറിയില്ല എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പം മാതാവ് തന്നെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഒരു കാണേണ്ട ഡോക്ടറെ കാണിക്കുകയും എന്ത് ട്രീറ്റ്മെൻറ്റാണ് എടുക്കേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്ത് അതെടുത്ത് കളയാനും എല്ലാ കാര്യങ്ങളും മാതാവ് ഭംഗിയായിട്ട് ഞങ്ങളുടെ പേടിയെല്ലാം മാറ്റി. ഞങ്ങൾ ഒത്തിരി പേടിച്ചിരുന്നു, അതെല്ലാം മാതാവ് ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ മമ്മിക്ക് സൗഖ്യം ലഭിക്കാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാനും വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഞാനും ഉടമ്പടി ജീവിതത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ആണെങ്കിലും പ്രാർത്ഥനകളിലും എല്ലാ കാര്യങ്ങളിലും എനിക്ക് പോകാനും എല്ലാം സാധിക്കുന്നുണ്ട്. മാതാവ് ഒത്തിരി എപ്പോഴും ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ്, തൈലുണ്ട്, ഉപ്പ്, അതെല്ലാം ഉപയോഗിച്ചാണ് പോകുന്നത്. എപ്പോഴും മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ പോക്കറ്റിലുണ്ടാവും. അതെനിക്ക് ഭയങ്കര ധൈര്യമാണ്. അങ്ങനെ ഒത്തിരി മാതാവ് എപ്പോഴും കൂടെ ഉണ്ട്. മാതാവ് എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. അങ്ങനെ ഒരു ധൈര്യം മാതാവ് എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യമുണ്ട്. മാതാവ് ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിന് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാതാവിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. സങ്കീർത്തനം 13:6 ഈ വചനത്തിൽ ദാവീദ് രാജാവ് ദൈവം തനിക്ക് നൽകിയ കരുണയും നന്മയും ഓർത്ത് പാടി സ്തുതിക്കുന്ന, സന്തോഷിക്കുന്ന ഒരു വചനമാണ്. ഇതുപോലെ തന്നെയാണ് ഫിലോമിന ജോണിൻ്റെ മകൾ അനിറ്റായി നമ്മളോടൊപ്പം ഷെയർ ചെയ്തത്. ഈശോയും അമ്മയും ചേർന്ന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പാടി സ്തുതിച്ച് നന്ദി പറയുവാനാണ് ഇന്നിവർ ഈ പരിശുദ്ധ അമ്മയുടെ ആലയത്തിൽ വന്നു നിൽക്കുന്നത്. ഈ മകൾ പറഞ്ഞതുപോലെ പല പ്രാവശ്യവും പരീക്ഷകൾ എഴുതി ഇൻ്റർവ്യൂവിന് പോയി, എക്സാമിന് പോയപ്പോഴൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷം അമ്മയും മകൾക്കും വലിച്ച അനുഗ്രഹങ്ങൾ വേറൊരു രീതിയിലായിരുന്നു.
ഓരോ വെരിഫിക്കേഷന് പോകുമ്പോഴും ഉടമ്പടി വസ്തുക്കൾ കയ്യിൽ വെച്ചിരുന്നു. അത് തൈലം തേച്ച് ഉപ്പ് കൊണ്ടാണ് ഓരോ കാര്യങ്ങൾക്കായി ഈ മക്കൾ പോയിക്കൊണ്ടിരുന്നത്. അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതൊക്കെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഓരോ ആഗ്രഹങ്ങൾ മാതാവ് പറഞ്ഞു ചെയ്യിക്കുന്ന പോലെ മാതാവിൻ്റെ ഈശോയുടെ ഇടപെടൽ ഈ മകളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രാവശ്യം നമുക്ക് കാണുവാൻ സാധിക്കും. മാതാവ് പല രീതിയിലും ഇവരുടെ ജീവിതത്തിൽ കടന്നു ചെന്ന് അനുഗ്രഹിക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ പോലെ ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുക. ഇവരും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കാൻ തക്കവണ്ണം ഇവരത്രമാത്രം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ മകൾ ഇന്ന് ബാംഗ്ലൂരിൽ ഉള്ള SBI ബാങ്കിൽ ജൂനിയർ അസോസിയേറ്റായിട്ട് ജോലി ചെയ്യുന്നത്. ഇതെല്ലാം ഈ മകൾ പറയുന്ന എൻ്റെ മെറിറ്റ് അല്ല, ഇത് കർത്താവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഈ മക്കളെ കണക്കാക്കുന്നത്. താമസ സൗകര്യങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും പോകുന്ന വഴിക്കും നിൽക്കുന്ന വഴിക്കും ഓരോരുത്തരെ കാണുമ്പോഴും ഈശോയും അമ്മയുടെ ഇടപെടൽ ഈ മക്കൾക്ക് വളരെ അടുത്തറിഞ്ഞതായിട്ടാണ് ഇവർ പറഞ്ഞത്. ഈവൻ ഒരു ചെറിയ കാര്യമായിട്ട് കുർബാനയ്ക്ക് പോകുന്ന ആഗ്രഹം പോലും പ്രകടിപ്പിച്ചപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സ്ഥലമാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. ഈശോയും അമ്മയും കൊടുത്ത രോഗസൗഖ്യത്തെ പറ്റിയും പറഞ്ഞിരുന്നു. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. വളരെ ഭയമുണ്ടായിരുന്നു. എന്നിട്ടും ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ഇവിടെ നല്ലൊരു രോഗസൗഖ്യമാണ് ട്രീറ്റ്മെൻറ്റിൽ കൂടെ കൊടുത്തത്. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇവർ പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പറയുന്നു. വീണ്ടും മുന്നോട്ടും കർത്താവിനെ പാടി സ്തുതിച്ച് ഈശോയുടെ അതിരറ്റ സ്നേഹത്തിന് കരുണയ്ക്കുമായി നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇവരുടെ ആഗ്രഹം. ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇവരുടെ ജീവിതത്തിൽ കൊടുത്ത പ്രത്യേകിച്ചും ലഭിച്ച ഈ വലിയൊരു ജോലിക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി.